ഞാൻ വരുന്നില്ല. എടി എനിക്ക് ഭയങ്കര പനി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ ഇവിടെ കിടക്കുക. ഇല്ലല്ലോ, ചൂടൊന്നും ഇല്ലല്ലോ. വയ്യടി എനിക്ക്. എടി അമ്മാവനെ കൊണ്ടുപോണ്ടല്ലേ, വാ. എടി നിങ്ങൾ പോയിട്ട് വാ. ഇപ്പൊ എല്ലാരും കൂടെ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് വയ്യാത്തോണ്ട് ഒന്ന് കിടന്നോട്ടെ പ്ലീസ്. ചേടാ എന്തുവാടെ മനുഷ്യനെ ഡ്രസ്സ് മാറാൻ സമ്മതിക്കത്തില്ലേ? ഡ്രസ്സ് മാറാനാണ് ഞാൻ അതിനകത്ത് കയറിയിരുന്നത്. നിനക്ക് ഇവിടെ അങ്ങനെ ഒന്നും മാറ്റാൻ പറ്റില്ലേ? എനിക്ക് നാണോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ? അയ്യോ, ഞങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും കൂടുതൽ നിനക്കുണ്ടോടി? മുട്ടി അവന്തി, നിനക്കിനി എന്ത് പ്രശ്നം? നിനക്ക് ഇന്ന് ജോലിക്കൊന്നും പോണ്ടേ? എനിക്ക് വയ്യ, പനിയാ. ഇത്ര നേരം ഉറങ്ങിയതൊന്നും പോരെ? പോത്തുപോലെ ഉറങ്ങുവാണല്ലോ. എനിക്ക് നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവല്ലേ ടീനെ? എനിക്ക് പനിയാന്ന് പറഞ്ഞില്ലേ? പേടിപ്പനിയല്ലേ? ആ എക്സ് പറഞ്ഞ കൊട്ടേഷൻ പേടിച്ചിട്ടല്ലേ നീ കിടക്കുന്നേ? എനിക്ക് അങ്ങനെ ഒരു പേടിപ്പനിയില്ല. നീ നിന്റെ പാട്ടിൽ നോക്കി പോവാൻ. പണ്ടേ എങ്ങനെയാണല്ലോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഓടിപ്പോകുന്ന സ്വഭാവം. എടി ചാരു, ഈ ഗുണ്ടുപിടിയെ പറഞ്ഞു വിടാൻ നോക്കിയേ. ആരും എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട, ഞാൻ അല്ലെങ്കിൽ തന്നെ പോവാൻ നിൽക്കുവാ. ഹലോ, എവിടെ പോകുന്ന? നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? എടാ, എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോണം. ചേടാ, അപ്പൊ അമ്മാവനെയും കൂടി ഞാൻ ഒറ്റയ്ക്ക് പോണോ? ഒറ്റയ്ക്കൊന്നും പോണ്ട, ഞാൻ വരും. ഞാൻ ഓഫീസിൽ നിന്ന് നേരം അങ്ങോട്ട് വന്നേക്കാം. പിന്നെ നമ്മുടെ മറ്റേ കാര്യത്തിന് ഇന്ന് വൈകിട്ട് മുതൽ പ്ലാൻ ചെയ്യണം. അപ്പൊ ആരും നേരത്തെ ഉറങ്ങാനോ ഇവിടുന്ന് പോകാനൊന്നും, വീട്ടിലോട്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഒന്നും നടക്കരുത് കേട്ടോ. എക്സ്ക്യൂസ് മീ, നീ ഇപ്പൊ പറഞ്ഞത് എന്നെ കുറിച്ചല്ലേടി? അതെ, നിന്റെ ഉദ്ദേശം തന്നെയാണ്. പ്ലാനിങ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ ഇവിടുന്ന് തലയിൽ ഞാൻ വെള്ളം കോരി ഒഴിക്കും പെണ്ണേ. എന്തൊന്നാണിത്? ഞാൻ പോണു. വേറെ ഇപ്പോ പോടെ കുറെ നേരെ കോമഡി കൊഞ്ഞു വിളിക്കാന്നല്ലോ. എന്നിട്ട് എന്തൊരു പ്രശ്നം? ഒരു കാര്യം ചോദിക്കാനാടി. പറ എന്റെ പൊന്നി ചാരു. നോക്കിക്കേ. നോക്കി. എന്റെ ഡ്രസ് നോക്ക്. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാടി. അതോ ഇത് മാറ്റിയിട്ട് മറ്റേ എന്റെ പിങ്ക് ടോപ്പ് ഇടണ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ അവിടെ എന്തിനാ ആക്ച്വലി പോകുന്നത്? വല്ല അവാർഡ് നൈറ്റ് വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അമ്മാവനെ കൊണ്ട് അങ്ങനെ ട്രീറ്റ്മെന്റിന് പോവല്ലേ? ഇത് തന്നെ ധാരാളം. നീ പോ, ഇറങ്ങിപ്പോ. ഒരു കാര്യം കൂടി, മുടി ഇങ്ങനെ ഇടണോ അതോ കെട്ടി വെക്കണോ? മുട്ട അടിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ഇല്ലല്ലോ. റൂമിൽ ഇറങ്ങ്. എടി മോളെ, എന്താ നീ വരുമ്പോഴേ വയ്യാത്ത എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് വല്ലതും വാങ്ങിച്ചോണ്ട് വരണേ. ആണോ? ബാഗ് എവിടെ ഇരിക്കണ? അവളോടെ ഇരിപ്പുണ്ട്. എന്ത് പറ്റി? എവിടെ ഇരിക്കണ? എന്തിനാ? ATM കാർഡ് എടുക്കാൻ. വേണ്ട, വിറച്ച് കിടക്കുന്ന സ്വന്തം കൂട്ടുകാരിക്ക് കിലോ 200 രൂപ വിലയുള്ള 1 കിലോ ആപ്പിൾ വാങ്ങിച്ചോണ്ട് വരാൻ എന്റെ പൈസ ഇല്ലയോടെ? ഇത് കേക്കണായിരുന്നു. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതൊന്ന് കേൾക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞ. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. 100-200 രൂപ അല്ലേ ആവുള്ളൂ. ഏത് സമയത്താണോ ദൈവമേ, ഏത് സമയത്താണോ എന്നോട് സംസാരിക്കാൻ തോന്നിയത്? ശരി എന്നാ, സൂക്ഷിച്ച് പനിയൊക്കെ മാറ്റി ഞാൻ വരുമ്പോ ജില്ലായിട്ടിരിക്കണം കേട്ടോ. ടാറ്റ. അവന്തി, ഇങ്ങേരുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, എന്തുണ്ട് വിശേഷം? അല്ല, സുഖം തന്നെയാണ്. എൻ്റെ അണ്ണ പൊട്ടനെ കിടക്കാൻ ഞാൻ ചോദിച്ചോണ്ടിരിക്കുകയില്ലേ, എന്തേലും വാ തുറന്ന് പറ നിങ്ങൾ. അച്ഛനമ്മയ്ക്കൊക്കെ സുഖം തന്നെ. അല്ല, അവർ സുഖമായിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. അല്ല ഞാനേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടന്നൊക്കെ പോണു. അല്ല, എന്ത് നടന്നു പോണെന്ന്? കാപ്പ് കുടിച്ചിട്ട് തന്നെ വന്നേ. അത് ഞാൻ പറഞ്ഞ വഴിക്ക് കുടിച്ച്. എന്നാൽ ഞാൻ ചോദിക്കണതിന് വല്ല മറുപടി പറഞ്ഞു നിങ്ങൾ. അവന്തി ഉണ്ടോ അവിടെ? നീ ഇങ്ങനെ സ്പീഡിൽ ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? പതുക്കെ പറ. എന്നാ ഞാൻ എന്തോന്ന് സ്പീഡിൽ പറഞ്ഞു? ഞാൻ പതുക്കെയല്ലേ നിങ്ങളോട് സംസാരിക്കണം. പറ. എന്തോന്ന് പറയാന്ന്? ഒന്നും നമ്മളെ കയ്യിലല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ദൈവം എന്താണോ വിധിച്ചത് അതേ നടക്കൂ. വട്ട് കൺഫേം. അതാണ്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. പിന്നെ ഒരു കാര്യമുണ്ട്. എടി, ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു അവന്തിയില്ലേ സുഖമാണ്, മര്യാദയ്ക്ക് ഒരു മാനസിക പറഞ്ഞതിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെ എന്നെ ഒരുമാതിരി കളിയാക്കും കണക്ക്.
എടാ അത് നിന്നെ കളിയാക്കിയതല്ല. പിന്നെ ഞാൻ പൊട്ടണൊന്നുമല്ല, എനിക്ക് മനസ്സിലാവും. നീ ഒന്ന് അടങ്ങി, ഞാൻ പറയട്ടെ. എടാ സംഭവം അമ്മാവന് കുറച്ച് പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? പൊട്ടായ? അല്ലടാ, പിന്നെ അമ്മാനെ ചെവി കേൾക്കാതായി. ചെവി കേൾക്കാതെ? ആ, ഒന്നും കേട്ടുകൂടാ? ഒന്നും കേട്ടുകൂടാ. അപ്പൊ എന്തു പറഞ്ഞാലും കേൾക്കൂല. വെറുതെ അല്ലേ മൊട്ടത്തല്ലേ ഞാൻ പറയണൊന്നും പറയാതെ തരുന്നത്? മതി കൊടുക്കടാ, അമ്മാവനാണത്. അങ്ങേർക്ക് കുഴപ്പമില്ല, പിന്നെ നിനക്ക് എനിക്ക് കുഴപ്പമുണ്ട്. ആ പൊട്ടനുമായി വട്ടത്തി ആടി റെഡിയല്ലേ? അല്ല നിങ്ങൾ എല്ലാരും കൂടെ അവിടെ പോകണം? അമ്മാവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോ. ഞാനല്ലേ നിന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞത്. എല്ലാരും പോണം? ആ അല്ല അപ്പൊ അവന്തിയോ? മേളിൽ കിടന്ന് ഉറങ്ങണ്ട, അവൾക്ക് ചെറിയ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടെന്ന്. ആണോ? ആ അയ്യോ അപ്പം റെസ്റ്റ് എടുക്കണം. അപ്പൊ നിങ്ങൾ 3 പേരും പോയിട്ട് ഇനി എപ്പോ വരും? സർജറിയുടെ കാര്യമല്ലേ, ഇപ്പൊ തീരുന്നതൊന്നും അറിയില്ല. അപ്പൊ ഇന്ന് വരാൻ ചാൻസ് ഇല്ല. നോക്കണം. അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണാം. ആ നീ റിസൾട്ടിന്റെ ഫയലൊക്കെ എടുത്തിട്ടില്ലേ? ആടി ഇതിനകത്ത് പേപ്പേഴ്സ് ഉണ്ട്. അമ്മാവാ, അമ്മാവാ പോകാം, ഏ? ഹോസ്പിറ്റലിൽ പോവാം, പോവാം. പോവാം. മടി നീയേ ഇവിടെ നിന്ന് കറങ്ങാതെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. ഇതിനൊന്നും ഒരു കുറവും ഇല്ല അല്ലേ? ആ അത് തന്നെ, മഴ വരുന്നുണ്ട്, അതാണ് പറഞ്ഞത്. ആ മഴ നനയാതെ മുട്ടത്തലയും കൊണ്ട് പോകും. കഴിക്കടോ. ആ പോ പോ. മടി. ആ ശ്യാമേ, അല്ല നീ ഇങ്ങനെ എണീക്കണ്ട, നീ റെസ്റ്റ് എടുത്തോ. വയ്യാത്തല്ലേ? ശരി, നീ എന്താ ഇവിടെ? അല്ല ഞാൻ ജസ്റ്റ് ഇപ്പം നിന്നെ കാണാൻ വേണ്ടി വന്നു. പനി എങ്ങനെ ഉണ്ട്? ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. പനി കുഴപ്പമൊന്നുമില്ല, നീ ദേഹത്ത് ടച്ച് ചെയ്യുന്നത് വേണ്ട. അല്ല ഞാൻ ജസ്റ്റ് പനി ഉണ്ടാവില്ല, ടച്ച് ചെയ്യുന്നതിന് എന്ത് കുഴപ്പമുണ്ട്? അതൊന്നും ശരിയാവത്തില്ല, എനിക്ക് ഇക്കിളി വരും. പനിയുണ്ടോ നോക്കിയതല്ലേ? ടച്ച് ചെയ്യുന്നത് ഇത്രയും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നീ ഇങ്ങോട്ട് കയറി വരുന്ന അവിടെ ആരും കണ്ടില്ലേ? അല്ല ഞാൻ കയറി വന്നപ്പോൾ അമ്മാവനെയും കൊണ്ട് അവരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. എല്ലാരും പോയോ? ആ അവരിപ്പോ ഇറങ്ങിയുള്ളൂ. അപ്പൊ ഞാനും നീ മാത്രമുള്ളൂ ഇവിടെ? അല്ല പനിയായോണ്ടല്ലേ നീ പോവാത്തെ? ആ അപ്പം അവര് വരുന്നവരെ നിനക്ക് കൂട്ടിരിക്കാൻ വേണ്ടി. വേണ്ട വേണ്ട, ശ്യാം പോയിക്കോ, എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല നീ ഉച്ചയ്ക്ക് ഇങ്ങനെ വയ്യാതെ നിന്നെ എങ്ങനെ ആക്കിയിട്ട് പോകുന്നത്? അയ്യോ അത് കുഴപ്പമില്ല ശ്യാമേ, ആരെങ്കിലും കണ്ടിനി അത് മതി, വല്ലതും പറയാനൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത് എന്തിനാണ്? അത് മാത്രം, നീ ഇവിടെ ഇരുന്നാ ശരിയാവത്തുമില്ല. എന്തായാലും നീ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, ഐ എം എ ഗുഡ് ബോയ്. അങ്ങനെയല്ല, കുഴപ്പമില്ല, ശ്യാം പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇടി അവര് വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. കുഴപ്പമില്ല ശ്യാമി, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളാം, ഞാൻ ഓക്കെയാണ്. കഴിച്ചായിരുന്നു എന്തേലും? പനിയും പിടിച്ചിടന്ന കഴിക്കണ്ടേ, ഇല്ലെങ്കിൽ പനിയൊക്കെ മാറും. ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഞാൻ പോയി കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. നീ അതുവരെ റെസ്റ്റ്. എന്ത് പറയുമ്പോഴും ഇങ്ങനെ വേണ്ടാന്ന് ആദ്യം പറയാൻ നിൽക്കാതെ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി കഞ്ഞി ഉണ്ടാക്കിട്ട്. നീ റെസ്റ്റ് എടുക്ക്. 5 minutes അല്ലെ 10 minutes? ശ്യാമിനി തെറ്റിദ്ധരിച്ചാണോ? അരിയൊന്നും ഇല്ല ഇവിടെ. ആരും ആഹാരം വെച്ചൊന്നും കഴിക്കുമ്പോഴേ. മാഗിയുണ്ട് ഒരു കഞ്ഞി ഉണ്ടാക്കാം. പുതിയ കുക്കിനെയൊക്കെ വെച്ച് സെറ്റപ്പടേ. ഹലോ കുക്സ്, മിസ്റ്റർ. നീയാ? നീ എന്തിവിടെ? അളയാ അവക്ക് നല്ല പനി, അപ്പൊ അവക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നൂഡിൽസ്. പോളെ
പെറ്റമ്മയ്ക്ക് കഞ്ഞുണ്ടേ കൊടുക്കാത്ത നീയാണേ കേട്ടാ. അളിയാ നീ അങ്ങനെ പറയല്ലോ അളിയാ. ഞാൻ ഇവിടെ വന്നപ്പോ അവർക്ക് നല്ല ചൂട്. ചൂടാണെങ്കിൽ എടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ട് തണുക്കിട്ട് കുറച്ച്. നീ അതിനിപ്പോ ചൂടാവണം എന്തിനാണ്? ഒന്നുമില്ല. എടാ നീ ആരാണ്? നീ ആരാണ്? നിനക്ക് ഇതുവരെ അറിഞ്ഞൂടാ. ഞാൻ നിന്റെ കൂട്ടുകാരൻ ശ്യാം. അതല്ല, പിന്നെ നീ ഒരു കമ്പനിയുടെ MD തന്നെ. അല്ലേ നീ നിന്റെ വില കളഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ കിടന്ന് മെഴുകണത്? നിനക്ക് അവിടെ ജോലി ഇല്ലടാ. പോയി വല്ല ജോലി ചെയ്യണം. പോടാ. നീ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ ഈ ഒറ്റയ്ക്ക് ഇവിടെ പനിയും പിടിച്ച് കിടക്കുമ്പോൾ ഞാനല്ല വേറെ ആരും ഒന്ന് സഹായിക്കും? നീ അത് പറ. വേറെ ആരും ഇവിടെ? അല്ല ഇവിടെ വേറെ ആരും ഇല്ല. വേറെ ആരും ഇല്ല. അമ്മാവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കണ്. അപ്പൊ നീ അവള് മാത്രമേ ഉള്ളൂ ഇവിടെ. മനസ്സിലായി. നിന്റെ ഒട്ടാക്കി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതെ അങ്ങനെയല്ല അറിയാം. പനിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഇമ്പ്രസ് ചെയ്യാമല്ലോ. അവരെവിടെ പോയിരിക്കണ? അവരാശുപത്രിയിൽ പോയിരിക്കുന്നു. ഏതാശുപത്രിയിൽ? അത് എനിക്കെങ്ങനെ അറിയാം? നീ ഷാരുവിനെ വിളിച്ചു പോര്. ശരി ശരി. അല്ല അളയം പൊയ്ക്കോ, കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തിനി? അതിന്റെ ആവശ്യമില്ല. അളയം പൊയ്ക്കോ. അല്ലല്ല, അത് ശരിയാവില്ല. നിങ്ങൾ രണ്ടു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേർക്ക് കൂട്ടിയിരിക്കാം അവിടെ. എടാ എനിക്ക് അവള് കൂട്ടുണ്ട്, അവക്ക് ഞാൻ കൂട്ടുണ്ട്. നീ ഇറങ്ങ. വേണ്ട വേണ്ട, അളി ഇറങ്ങി. ഇല്ലില്ല, അവര് വരാൻ താമസിക്കാം. ഇല്ല അളയ നിനക്ക് പരീക്ഷ നീ ഇപ്പോഴെങ്കിലും ജയിക്കണ്ടേ? ഏതാ പരീക്ഷ? അയ്യോ, എന്റെ പരീക്ഷയുടെ കാര്യം ഭയങ്കര ശുഷ്കാന്തി അല്ല. എന്റെ പരീക്ഷ കഴിഞ്ഞു. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അളയ എടാ നീ ഒരു കാര്യം മനസ്സിലാണ്ട. ഇന്നാണ് ഒന്ന് സമാധാനത്തിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. നീ ഒരു കട്ടറും പാവല്ലേ അളിയ. നീ ഇറങ്ങി. എന്ത് കിടന്ന് മെഴുകണ? എന്തിന് കിടന്ന് മെഴുകണ? ഞാൻ പൊക്കോളാം. എന്നെ പറഞ്ഞോളാം. കിടന്ന് കഷ്ടപ്പെണ്ട. ഞാൻ പൊക്കോളാം. പോയിട്ട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, വാ പറ. നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എടാ നീ പറയണേക്ക്. ചെയ്തില്ലെങ്കിൽ അവസാനം കല്യാണ സമയം ആകുമ്പോഴത്തേക്ക് എടാ നീ പോയി. അതൊന്നും ഇല്ല. ഞാൻ പോവാണേ. വൃത്തിയോട് പറയല്ലേ? ഓ ഇതാണ് നിങ്ങളുടെ ബെഡ്. ഇവിടെ കിടന്നോ. ഇതാണ് നിങ്ങളുടെ ബെഡ് എന്ന് ഇവിടെ കിടക്കാൻ. അതെ ആ പയ്യനെ പിടിച്ച് അപ്പുറത്താക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. ഇത് തന്റെ ബെഡാണ്. ഇവിടെ കിടക്കണ്ടാ മതി. അവിടെ അത് അയാൾ അവിടെ കിടന്നോളൂ. ആ ശരി. എങ്കിൽ മക്കളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്നോ. പിന്നെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ഇത് ആശുപത്രിയാണ്. അവർ വഴക്ക് പറയും. എടോ, ഇതേ ഇവർക്ക് എല്ലാവർക്കും കിടക്കാനുള്ള ബെഡല്ല, തനിക്ക് മാത്രം കിടക്കാനുള്ള ബെഡാണ്. കേട്ടോ, മനസ്സിലായല്ലോ? ബ്രെഡ് എനിക്ക് ഇഷ്ടമല്ല. ദോശയോ ഇഡലിയോ എന്തെങ്കിലും മതി. അതുമല്ല കൊണ്ട് വരുമ്പോഴ് എന്റെ പിള്ളേർക്കും കൂടെ കൊടുക്കണം. അവരൊന്നും കഴിച്ചിട്ടില്ല. ഇതേ തിന്നു മുടിച്ച് തനിക്ക് കിടന്ന് സൂഹിക്കാനുള്ള ഹോട്ടലല്ല, ഇത് ആശുപത്രിയാണ്. ആശുപത്രി. അത് തന്നെ അത് തന്നെ. അത് പിന്നെ ആന്റി അമ്മാവന് ചെവി കേട്ടൂടല്ലോ, അതുകൊണ്ട് ഇതേപോലെ സംസാരിക്കുന്നത്. ഇയാക്കെ ചെവിക്ക് മാത്രമല്ല കുഴപ്പം, തലയ്ക്കും എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് മാത്രമേ ചെവി കേൾക്കാതുള്ളൂ. എനിക്ക് നന്നായിട്ട് കേൾക്കാം. നേഴ്സാന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അതിന് കുട്ടി എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയുന്നേ. ഒരു സമാധാനിക്കും, നമുക്കിത് പിന്നെ ഡീൽ ചെയ്യാം. ചേച്ചി ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ചേച്ചി നമ്മുടെ സ്വന്തം ആളാണ്. ചേച്ചിനെ നമ്മൾ പോകുമ്പോ കാണേണ്ട രീതിയിൽ തന്നെ കണ്ടിരിക്കും. ദോശയോ ഇഡലിയോ മതി. ദോശയും ഇഡലിയും സാമ്പാറും മുട്ടയും എല്ലാം സിസ്റ്റർ വാങ്ങിച്ചു തരും. പാവം നഴ്സ്. ഒരു മിനിറ്റ് വന്നേ. നീ ഇവിടെ ഇരി. ഇല്ല, ഇവിടെ ഇരിക്കുവാ. നീ എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത്? എന്തോ കാണേണ്ട രീതി കണ്ടോളാം. എന്റെ 5 പൈസ ഇല്ല, ഞാനൊന്നും തരാൻ പോകുന്നില്ല. അതിനാരവർക്ക് പൈസ കൊടുക്കുന്നത്? പിന്നെ നീ എന്തോന്നാ പറഞ്ഞത്? ഇതൊക്കെ ഒരു നമ്പറല്ലേ. ഇവരോട് ഇങ്ങനെയൊക്കെ നിന്നെങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മാവന്റെ ചെവി സർജറി ഉണ്ടെങ്കിൽ അമ്മാവന്റെ മൂക്ക് അവരെ സർജറി ചെയ്ത് വെക്കും. അയ്യോ, എന്റെ പൊന്നുകളൊന്നും പറയല്ലേ. എന്റെ രുക്കു ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സോപ്പിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. നിങ്ങളിത് എന്തോന്ന് പറയണത്? അത് പിന്നെ അമ്മാവ, ഞാൻ പോയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് വരാം. ഡോക്ടറെ കാണാം. അമ്മാവ മര്യാദക്ക് കിടന്നോ, റെസ്റ്റ് എടുത്തോ. രുക്കു ഉണ്ട് കൂടെ. നീ ഇവിടെ ഇരി. വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ. ഞാനിവിടെ വരാം. വരണ്ട, പോയിട്ട് വരാം. നീ പോടാ. പോയിട്ട് വരാം. വരാവേ. റെസ്റ്റ് എടുക്കട്ടാ. അതെ ആ ചെറുക്കൻ എന്തിനു പറ്റിയത്? പാവം. പോയി ചോദിര എന്ത് പറ്റിയെന്ന്. മിണ്ടാതിരി, ഇത് ആശുപത്രിയാ. എന്തുവാ? അതെ ഈ ബെഡൊക്കെ കാണുമ്പോഴേ നമ്മളെ ഹണിമൂൺ ഓർമ്മ വന്നു. നിനക്കാ നമ്മള് കെട്ടിപ്പിടിച്ച് കിടന്നില്ലേ, ഇന്നലത്തെ പോലെ തോന്നുന്നു. എന്തിനു പറ്റിയാ? ഒന്നും പറ്റിയില്ല. അവിടെ താൻ ഇവിടെ മുറിഞ്ഞിരിക്കണം. എങ്ങനെ
ഏ? ആ, ആ. ശരി ശരി. അളിയാ അളിയൻ എന്ത് പറ്റി? അളിയനല്ലേ? അളിയാ അളിയാ അളിയൻ എന്ത് പറ്റി? അളിയാ അളിയൻ എന്ത് പറ്റിയെന്ന് പറയാളിയാ? വെട്ടിയിട്ട് വാഴ പോലെ കിടക്കണ കിടപ്പ് പെങ്ങളെ എന്റെ അളിയൻ എന്തൊരു പറ്റിയെന്ന് അളിയാ പറയാളിയാ? അളിയൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്? അതെന്തോന്ന് വർത്താനാളി അളിയൻ പറയണത്? അളിയ എങ്ങനെ കിടന്നപ്പം ഓടിച്ചെന്ന് കണ്ടില്ലെങ്കിൽ ചോറ് തരുമല്ലോ അളിയന്റെ പെങ്ങൾ പറഞ്ഞു. പിന്നെ അമ്മക്ക് നിൽക്കാൻ പറ്റുമോ വീട്ടില്? നമുക്ക് ചോറല്ലേ അളിയാ വലുത്? ഏ? പറഞ്ഞതുപോലെ അളിയന് ചെവി കേട്ടൂടല്ലേ? ഇനിയിപ്പോ ചെവി കേൾക്കാറാവുമ്പോഴേ ഞാൻ ഇത് ഒന്നും കൂടെ പറഞ്ഞു തരാം അളിയന്, കേട്ടാ? അല്ലെങ്കിൽ സമയം കിട്ടുമോ പെങ്ങളൊന്ന് പറഞ്ഞുവിടും. എന്ന് പെങ്ങളെ ഓപ്പറേഷൻ? നാളെയാന്ന് ഡോക്ടർ പറഞ്ഞു. നാളെ ആവൂലേ? ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ അളിയന് കൂട്ടിയിരിക്കാം, പെങ്ങളെ വീട്ടിൽ വയ്ക്കും. അല്ല സാരമില്ലേ. അല്ല കുഴപ്പമില്ല അളി, പെങ്ങളെ വീട്ടിൽ പോ, ഒരുപാട് ജോലിയുള്ളതല്ലേ. ഇല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പെങ്ങള് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വാ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട, സാരമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അളിയനൊരു ചായ കുടിച്ചിട്ട് കൊടുക്കും. അളിയന്റെ അവസ്ഥ നോക്കിയാണ്. വേണോ? ഏ? വേണോ? എന്തോ ചായ ചായ വേണോന്ന്? എന്നാ ഞാനേ ചായ ചായ ഞാൻ കാലിൽ പോയി ചായ വാങ്ങിച്ചോണ്ട് വരാം. വാങ്ങിച്ചോണ്ടാ? എല്ലാവർക്കും വാങ്ങിക്കണം, എല്ലാവർക്കും. എനിക്ക് പാലും വെള്ളം മതി കേട്ടാ. ചെല്ലി പെട്ടെന്നില്ലേ, അഞ്ചിക്കത്തും തരും, ഞാനൊന്നും മേടിച്ചതുമില്ല. ഒന്നുമില്ല, ഡ്രസ്സുകളാ. എന്നാലും അളിയന് ചെവി കേട്ടുകൂടാത്ത എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ള ചില ഭാരങ്ങൾ ഞാൻ ഇന്ന് ഇറക്കി വെക്കും എൻ്റെ അളിയാ. നീ എന്തോന്ന് പറയണത്? ഞാൻ ഒന്നും പറഞ്ഞില്ലടാ പട്ടി, ഞാൻ പറയാൻ പോണേ ഉള്ളടാ അളിയാ. ഇതെന്റെ അളിയ പട്ടി തെണ്ടി കേട്ടടേ, കേക്കണം ഇതുപോലെ ഒരു തെണ്ടി കേട്ടോ കളയാ. എൻ്റെ അളിയനായിട്ട് വരൂല ഞാൻ തന്നെ. എനിക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു വീടും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പെങ്ങളെയാണ് എൻ്റെ ഈ അളിയൻ തന്നത്. ഇല്ല പട്ടി, അളിയന്റെ പെങ്ങളുണ്ടല്ലോ അളിയ, അവള് ഭയങ്കര ചാൻസി റാണി എന്നാണല്ലേ വിചാരം. എന്റെ ക്ഷമ പരീക്ഷിക്കണേന്റെ അന്ന് ഞാൻ അവളെ അടുത്ത് കായലിടും കേട്ടാളിയാ. എന്തോന്നല്ലേ ചിരിച്ചോണ്ട് പറയണത്? ഞാൻ അളിയനെ അപരാധം പറഞ്ഞതാണ്, ചോദിച്ചു നോക്ക അവരോട് അല്ലേടാ. ഭയങ്കര ചൂട്, ഫാനിട അളിയാ. അളിയനെ ഞാൻ പറ്റിച്ച്, അളിയൻ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സമാധാനമായി. എന്റെ അളിയനാണ്, പെങ്ങളെ കെട്ടിയ ഭയങ്കര സ്നേഹമാണ്. അതെ അതെ അതെ, സ്നേഹം അവരൊക്കെ മനസ്സിലായി. എന്നാലും എന്റെ അളിയാ, അളിയ ഞാൻ സുഖല കിടന്നപ്പോഴ് എന്നെ കാണാൻ വന്നല്ല, സന്തോഷമുണ്ട് അളിയാ. വരും അളിയാ, ഒരുപാട് നാളത്തെ വിങ്ങൽ എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ വരും. പേഷ്യന്റ് പേരെന്താന്നാ പറഞ്ഞ? ജയൻ. ക്യാഷ് ഇതുവരെ പേ ചെയ്തിട്ടില്ലല്ലോ. പേ ചെയ്തിട്ടില്ലേ? ഇല്ല. നാളെ ഓപ്പറേഷൻ നടക്കാൻ പോണ ജയന്റെ തന്നെയല്ലേ? അതെ. അയ്യോ എടി, അപ്പൊ എക്സ് നമ്മളെ പറ്റിക്കുമായിരുന്നു. എന്നോട് അടുത്തെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ കൊണ്ടുപോയി അമ്മാവനെ അഡ്മിറ്റ് ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊന്ന് മനസ്സിലാവണ്ട ചാലു. നമുക്ക് എന്തായാലും പോയി അന്വേഷിച്ച് നോക്കാം. ഒരു മിനിറ്റ് ട്ടാ. ആഹാ, നിങ്ങൾ എത്തിയോ? എന്നാ പിന്നെ നാളെ തന്നെ ചെയ്യാലോ അല്ലേ? ചെയ്യാം ഡോക്ടറെ, പക്ഷെ ഫണ്ടിന്റെ കാര്യം. ഫണ്ട് എന്റെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ എത്തിയല്ലോ. അതെ അതെ വന്നു. ഓപ്പറേഷന് മുമ്പ് ഫുൾ സെറ്റിൽമെന്റ് നടക്കുന്നത് ആദ്യമായിട്ടാ. എന്നാ നമുക്ക് നാളെ തന്നെ ഓപ്പറേഷൻ നടത്താം. ഓക്കെ ഡോക്ടർ. ഓക്കെ ഓക്കെ. നിമ്മി, ഇവരെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണേ. ഓക്കെ ഡോക്ടർ. എന്റെ അമ്മ എപ്പോഴാണ് ഒന്ന് സമാധാനമായത്? ഇപ്പൊ മനസ്സിലായി ലെക്സ് പറ്റിക്കൂലെന്ന്. ഹോയ് അടാ, കിട്ടി കിട്ടി. ഓ കിട്ടി കിട്ടി, ഞാൻ വിളിക്കാം. ഓടാ. എവിടെ അന്വേഷിച്ചത്? എവിടെ ആയിരുന്നത്? ഞാനെന്ത് ഇവിടെ? ചാരു, എന്നാ ഞാനൊന്ന് വാർഡിലോട്ട് പോവാ. നീ ഇവിടെ നിൽക്കുക, എവിടെ പോണു? എനിക്കൊന്നും വേല സ്വർഗത്തിലെ കട്ടുറും പാവാൻ. മുടി അങ്ങനെ ഇരിക്കുന്ന തലയ്ക്കത്ത് നല്ല ആൾ താമസമുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ എന്തിനാ ഇവിടെ നിന്നെ ചോദിച്ചു? അമ്മാവനെ കാണാൻ വന്നത്. എങ്ങനെ അറിഞ്ഞു നീ? ഞാൻ വീട്ടിൽ പോയപ്പോ ശ്യാമ പറഞ്ഞു അമ്മാവനോട് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ചെവിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് ചെവിയും കേൾക്കണില്ലടാ. കേൾക്കൂലി കട്ടം തന്നെ. അതെന്തിനാ നീ ഇത്രയും സന്തോഷിച്ചു പറയുന്നേ? തമാശക്ക് വേണ്ടിട്ട്. എപ്പോഴും ഇങ്ങനെ അമ്മാവന്റെ കാര്യം പറയുമ്പോ സംസാരിക്കുന്നത് എനിക്ക് അറിയാലോ, എനിക്ക് എന്തോ ഒരു അറ്റാച്ച്ഡ് ആണ് അമ്മാവെന്ന്. അതെല്ലാം എനിക്കറിയാം. ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഒന്നത് ഈസാക്കാൻ വേണ്ടിട്ട് പറയില്ല, കൂളാക്കാൻ വേണ്ടി. സർജറി കൂടി ആയിട്ടിരിക്കും മനുഷ്യൻ ടെൻഷൻ. മൈനർ സർജറി ഞാൻ വന്നില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഞാനുണ്ട് അമ്മാവൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും, ഒരു വിഷയമില്ല കേട്ടാ. അതെ, കൊറേ നേരം ആയല്ലോ. ഇത് പഞ്ചാര അടിക്കാനുള്ള സ്ഥലമല്ല. വേറെന്തോന്നു? നിമ്മി.
നല്ല പേര് കേട്ടോ. ഇത് ശരി വരുന്ന പഞ്ചാര വിളിക്കുന്നു നേരത്തെ പറഞ്ഞു. ആ എടീ അവിടെ അരിയില്ലായിരുന്നു, അപ്പം മാഗി വെച്ച് ഞാൻ ഒരു മാഗി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. മാഗി കഞ്ഞിയോ? അല്ല നല്ലതാ, കുടിച്ചു പോകും. അവിടെ വെച്ച് ക്ഷമ ഞാൻ കുടിച്ചോളാം. ഇല്ല നിനക്ക് ഒന്നാമത് പനിയാണ്, ഇത് ആറായിട്ട് കഴിക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടെന്ന്. ഇപ്പൊ വേണ്ടാത്തോണ്ടാ. വന്നേ വന്നേ, അവിടെ ഇരിക്കും അയ്യോ ഇരിക്കും. അതാകുമ്പോ നല്ല ചൂടുമുണ്ട്. അയ്യോ എനിക്കിപ്പോ വേണ്ട ശ്യാമ. നീ കുടിച്ചു നോക്ക് ചൂട് പയ്യെ. മുടിയൊക്കെ ഇപ്പൊ പനി കുറവാ. ഇവളിതെന്ത് തോന്നിയാസായി കാണിക്കണത്? എന്ത് തോന്നിയാസം കാണിച്ചു? നീ കണ്ടല്ലേ അവിടെ? ഇവിടെ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? ബാ എന്തായാലും അവര് ഇപ്പൊ പോലെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഞാൻ സിഗ്നൽ കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ചമ്മലാവും, അത് കണ്ടാൽ നമുക്കും ചമ്മലാവും. എന്ത് സിഗ്നലും? അവര് വന്നു. ആ ശ്യാമ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല ഞാൻ നിങ്ങളെ വരുന്നവരെ അവർക്ക് കൂട്ടിരിക്കാന്ന് വെച്ചു. ആണോ? അപ്പൊ ഞങ്ങള് വന്നല്ലോ, അതിൽ നിന്ന് കറങ്ങാതെ പോവാൻ നോക്ക്. അത് പോവാം. അല്ല അമ്മാവനെ കൊണ്ടുപോയിട്ട് എന്തായി? എടാ അമ്മാവനെ അഡ്മിറ്റ് ചെയ്തു, സർജറി മിക്കവാറും നാളെ ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും നാളെ അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ വിളിക്കാം. ഓക്കെ എങ്ങനെയുണ്ട് നിനക്ക്? കുറവുണ്ടടി. അവന്തി ഇതൊന്നും അത്ര നല്ലതല്ല. സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. എന്ത് സൂക്ഷിക്കാൻ? നീ എന്റെ ഈശോ, ഇവള് ഇത്ര പ്രഗ്നന്റ് ആയാ? പ്രഗ്നന്റാ? നീ ഇതൊക്കെ പറഞ്ഞേ അറിയപ്പോഴും തോന്നിയ ദിവസം പറയാണ്ട്. ഞാൻ പോവാ, എനിക്കൊന്നും നല്ലതെല്ലാം കാണാൻ വയ്യ. തോന്നിയ ദിവസം പറയുന്നു. ഇതിപ്പോ എന്താ പറ്റിയത്? ഒന്ന് ഛർദിച്ച് കഴിഞ്ഞപ്പോഴാശ്വാസമായത്. എന്റെ പൊന്ന് ചെറുതിച്ചു കിണുങ്ങണ്ട. ഞാൻ കിണുങ്ങോടി, ഇവിടെ എന്തായിരുന്നു രണ്ടിന്റെ പരിപാടി? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ എനിക്കത് കൂട്ടിരിക്കാൻ വന്ന പാവം. എന്നിട്ട് എനിക്ക് വിശന്നപ്പോ വൈഫ് ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നതാ. പോയ കാര്യം എന്തായി? പോയ ആരും എന്താ മോനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹലോ, പ്രതാപനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു, നോക്കിയേ. ആ ഞാൻ നോക്കാം. ഓക്കെടി. എന്താ ഇനി ടീനെ വിളിച്ചേ. നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന ആളില്ലേ പ്രതാപൻ, പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ട്. എടുത്തേ.